السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വളരെ അനുഗ്രഹീതമായ ഒരു വിജ്ഞാന സദസ്സ് നമുക്ക് കൈവന്നിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗമനത്തോടു കൂടെ ലോകത്ത് മനുഷ്യ സമൂഹത്തിൻ്റെ തുടക്കം മുതൽ പ്രവാചകന്റെ കാലഘട്ടം വരെയുള്ള ലക്ഷത്തിലധികം പ്രവാചകന്മാരെ, അവരുടെ പ്രബോധനം, അവരുടെ ദഅവത്ത് ഇടക്കാലത്ത് സ്വാഭാവികമായി ഉണ്ടായ പൗരോഹിത്യത്തിൻ്റെ സ്വാധീനം കാരണമായി വിശ്വാസവും നബിചര്യയുമെല്ലാം വികലമാക്കപ്പെട്ടു. ഒന്നാമത്തെ മനുഷ്യനോട് അല്ലാഹു തആല പറഞ്ഞത് അല്ലാഹുവിനെ മാത്രം സുജൂദ് അർപ്പിക്കാനാണ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനാണ്. അല്ലാഹുവിൽ നിന്ന് വരുന്ന, നിയോഗിക്കപ്പെടുന്ന പ്രവാചകന്മാരെ അനുസരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ലോകമെമ്പാടും മനുഷ്യ സമൂഹം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അവരുടെ ഭാഷയിൽ അവരിൽ നിന്ന് പ്രവാചകന്മാരെ അല്ലാഹു നിയോഗിച്ചുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ യഥാർത്ഥ വിശ്വാസവും ആചാരങ്ങളും സംരക്ഷിച്ച് നിലനിർത്തുകയുണ്ടായി. നിങ്ങൾക്കറിയാം, ഓരോ പ്രദേശത്തേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ നമ്മെ ധരിപ്പിക്കുന്നതാണ്. എവിടെയെല്ലാം ഏത് ഭാഷ സംസാരിക്കുന്നവർ, ഏത് പ്രദേശത്ത് ജീവിക്കുന്നവർ, അവരിൽ വരുന്ന വിശ്വാസ വൈകല്യങ്ങളെയും വൈകൃതങ്ങളെയും അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ നിയോഗിച്ചുകൊണ്ട് ശുദ്ധീകരിക്കാനാണ് പ്രവാചക ദൗത്യത്തിൻ്റെ നിയോഗവും പ്രയോഗവൽക്കരണവും ലോകത്ത് നടന്നിട്ടുള്ളത്. ഓരോ പ്രവാചകനെയും ആ ഖൗമിൽ നിന്ന്, ആ സമൂഹത്തിൽ നിന്നാണ് അല്ലാഹു നിയോഗിക്കുന്നത്. നിഷ്പക്ഷമായി നാം പഠിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു കലാലയത്തിൽ നിന്ന് പഠിച്ച് വലുതായി ബിരുദമേറ്റെടുത്ത, സ്വീകരിച്ച ഒരുത്തനിൽ നിന്നല്ല ദൈവികമായ മാർഗദർശനം ലഭിക്കുന്നത്.
നേരെ മറിച്ച് ലോക ചരിത്രത്തിൽ ഒന്നാമത്തെ മനുഷ്യൻ മുതൽക്ക് അല്ലാഹു തആല ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പവിത്രമായ തൗഹീദും ദൈവികമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള ജീവിതചര്യയും ക്രമങ്ങളും വഹിയിലൂടെ അല്ലാഹു അറിയിച്ചു കൊടുക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രവാചകന്മാരിലൂടെയാണ് ഹിദായത്ത് നൽകിയത്, മാർഗദർശനം നൽകിയത്. ലോകത്തൊരുപാട് ആളുകൾ ചിന്തിക്കുന്നവരായി ഉണ്ടായിട്ടുണ്ട്. ആ ചിന്തയുടെ വളർച്ചയിൽ നിന്നു ഭൗതികമായ ഒട്ടേറെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. മനുഷ്യന് ഉയർച്ചയും തളർച്ചയും ഉണ്ടായിട്ടുണ്ട്. ഭരണകൂടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പുരോഗതിയും അധോഗതിയും മാറി മാറി ഉണ്ടായിട്ടുണ്ട്. വ്യത്യസ്ത ഭാഷകളിൽ പ്രബോധനം നടത്തിയിട്ടുണ്ട്. ഇതൊന്നും ഒരാൾ പഠിച്ച് ബിരുദമെടുത്ത് പ്രവാചകനായതല്ല. അങ്ങനെയൊട്ട് സാധ്യവുമല്ല. മനുഷ്യ സമൂഹത്തെ ബുദ്ധി നൽകിക്കൊണ്ട് വിശേഷ ബുദ്ധിയോടുകൂടെയുള്ള ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. ഈ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് ഒന്നാമത്തെ മനുഷ്യനെ തന്നെ അല്ലാഹു വഹി നൽകുന്നതിന് വിധേയനായ ഒരു പ്രവാചകനായിട്ടാണ് ഒന്നാമത്തെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അനന്തരമുള്ള കാലഘട്ടങ്ങളിൽ അവരുടെ മക്കളും മക്കളുടെ മക്കളുമായി ലോകത്ത് മനുഷ്യ സമൂഹം വളർന്ന് വികസിക്കാൻ തുടങ്ങി. എണ്ണങ്ങൾ കൂടി. പരസ്പരം തിരിച്ചറിയാത്ത അവസ്ഥയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവരുടെ സന്തതികൾ പോയി വിവിധ ഭാഷ സംസാരിക്കുന്നവരായി. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായി ലോകത്തുണ്ടായതാണ്. അത് അല്ലാഹുവിൻ്റെ നിയമമാണ്. അല്ലാഹു തആല സ്വീകരിച്ചിട്ടുള്ള മാർഗമാണ് മനുഷ്യനെ ഇവിടെ നിലനിർത്തുന്നതിന്. ഒരു മനുഷ്യനിൽ നിന്നാണ് ഈ മനുഷ്യ കുലത്തിന് അല്ലാഹു തആല ജന്മം നൽകിയിട്ടുള്ളത്. ഒരാളെ അല്ലാഹു തആല സൃഷ്ടിച്ചു. അത് ആദം നബി അലൈഹിസ്സലാമിനെയാണ്. വിശദീകരണത്തിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ വിഷയാധിഷ്ഠിതമായി സംസാരിക്കാൻ പണ്ഡിതന്മാരുണ്ട്. ഞാനിവിടെ പറയുന്നത്, നാം ഇവിടെ ഒഴിഞ്ഞ മനസ്സുമായി എന്താണ് ഇവിടെ പറയുന്നത് എന്ന് കേൾക്കാൻ വന്ന നല്ല മനുഷ്യരോട് ഒരു പകയും വിദ്വേഷവുമില്ലാതെ അല്ലാഹുവിനോട് ഹിദായത്ത് നൽകണേ എന്ന പ്രാർത്ഥനയോടുകൂടെ കേൾക്കാൻ വന്ന മനുഷ്യരോടാണ്. അല്ലാതെ ഒരു മുൻവിധിയിലുള്ള ഒരു മറുപടി കേൾക്കാൻ ഈ സദസ്സ് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. എത്ര ശക്തമായ വിമർശനങ്ങളും എതിർപ്പുകളും ഉണ്ടാകുന്നുവോ അതിനേക്കാൾ ശക്തമായിട്ടാണ് അല്ലാഹു തആല ഈ വഹയിൻ്റെ സന്ദേശങ്ങളെ വിജയിപ്പിക്കാറുള്ളത്. ഇവിടെ ഞാനൊക്കെ ജീവിച്ച ഈ കഴിഞ്ഞ ദീർഘമായ 60 കൊല്ലങ്ങൾ, ആദ്യം ചെറുപ്പത്തിലുള്ള പ്രായം ഞാൻ വിട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 6 പതിറ്റാണ്ട് മുമ്പുള്ള ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അറിയില്ല. പലരും ഇവിടെ വന്നു എത്തിയവർക്ക് അതും അവർക്കും അറിയില്ല. ഇസ്ലാമിക ദഅവത്ത് ലോകത്ത് പ്രചരിപ്പിച്ച കാലഘട്ടങ്ങളിൽ അതിന് വേണ്ടി ഒരു പ്രത്യേക മനുഷ്യരെ സൃഷ്ടിക്കുകയല്ല ചെയ്തത്. ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ നിന്ന് ഒരാളെ അല്ലാഹു തആല തിരഞ്ഞെടുക്കുകയാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും. അക്ഷരജ്ഞാനമില്ലാത്ത ഒരു സമൂഹത്തിൽ നിന്നാണ് ഈ ലോകത്തിന് മാതൃക നൽകാൻ പൂർണ്ണമായി സാധിക്കുന്ന ഒരു പ്രവാചകനെ വഹിയിലൂടെ അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ ഓർക്കണം, പഠിച്ച് മനസ്സിലാക്കി അതിൽ നിന്നുള്ള തെളിവുകളല്ല നമുക്ക് പറയാനുള്ളത്. നമുക്ക് ദൈവികമായി ലഭിച്ച
അള്ളാഹുവിൽ നിന്ന് ലഭിച്ച, അവൻ തിരഞ്ഞെടുക്കുന്ന പ്രവാചകന്മാരിലൂടെ ലഭിച്ച ദിവ്യ സന്ദേശങ്ങളുണ്ട്. അതിനാണ് വഹി എന്ന് പറയുന്നത്. ആ വഹി, അതിലാണ് വിശ്വാസത്തെ വിശദീകരിച്ചിട്ടുള്ളത്. അതിലാണ് എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. മതപരമായ വിധിവിലക്കുകൾ മുഴുവൻ അതിലാണുള്ളത്. ആ ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുക്കാൻ മാതൃകാപരമായി മുന്നിൽ നടന്ന് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് മാർഗനിർദ്ദേശം നൽകിയവരെയാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിലെ ഏറ്റവും ഉന്നതനായ പ്രവാചകൻ, അഷ്റഫുൽ ഖൽഖ് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. ഏതെങ്കിലും ചില സാധാരണ കേട്ട എന്തെങ്കിലും ഉരുവിടാനല്ല ഞാൻ ഈ പറയുന്നത്. മനുഷ്യ കുലത്തിലെ ഏറ്റവും ഉന്നതനായ അഷ്റഫായ പ്രവാചകൻ, അഷ്റഫുൽ ഖൽഖ് എന്നാണ് പ്രവാചകനെ വിശേഷിപ്പിക്കുന്നത്. ആ പ്രവാചകൻ ഉമ്മിയായിരുന്നു. എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത ഒരാളായിരുന്നു. ഖുർആനിന്റെ ഒന്നാമത്തെ ശബ്ദം, ഒന്നാമത്തെ വാക്യം ദൈവദൂതനിൽ നിന്ന്, ജിബ്രീലിൽ നിന്ന് പ്രവാചകൻ കേൾക്കുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക് എന്നാണ്. നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കണമെന്നാണ്. എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത ഒരു പ്രവാചകൻ വായിക്കണമെന്ന് കേട്ടപ്പോൾ സാധാരണ പ്രയോഗം പോലെ പറഞ്ഞു, മാ നബിക്കാരീൻ, എനിക്ക് വായന അറിഞ്ഞുകൂടാ, എനിക്ക് വായിക്കാൻ കഴിയില്ല, ഞാൻ ഉമ്മിയാണ്. ഹുവല്ലദീ ബഅസ ബിൽ ഉമ്മീന റസൂലൻ, എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത ഒരു സമൂഹത്തിൽ നിന്ന് ഒരു പ്രവാചകനെ അല്ലാഹു തആല അയക്കുന്നു. ആ പ്രവാചകനാണ് ഇന്ന് ലോകത്ത് നിലവിലുള്ള മുഴുവൻ വിജ്ഞാനത്തിൻ്റെയും ഉൾക്കാമ്പ് നിലനിൽക്കുന്ന ബുദ്ധിപരമായ കാരണം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമായി നിൽക്കുന്ന പവിത്രമായ ഖുർആൻ. 2 പ്രാവശ്യം ആവർത്തിച്ചു. അപ്പോഴെല്ലാം പറഞ്ഞു, എനിക്കറിയില്ല, ഒരെഴുത്തും വായനയും അക്ഷരജ്ഞാനമില്ലാത്ത ആളാണ് ഞാൻ. 3ാമത്തെ തവണ അള്ളാഹുവിന്റെ ശക്തമായ നിർദ്ദേശമാണ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ നീ വായിക്കണം. മാനബിക്കാരൻ എന്ന് പറഞ്ഞ പ്രവാചകൻ ഈ ദൈവദൂതനാൽ നിർദ്ദേശിക്കപ്പെട്ട വായന സ്വാഭാവികമായി അമാനുഷികമായ നിലക്ക്, അള്ളാഹുവിന്റെ എന്നുള്ള നിലക്ക് വായനയെ ആരംഭിക്കുകയാണ്, ഏറ്റുപറയുകയാണ്. ആ ഏറ്റുപറയലാണ് ഖുർആനിന്റെ തുടക്കം, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതാണ് മനുഷ്യന്റെ മാർഗദർശനത്തിന് വേണ്ടി അല്ലാഹു തആല നൽകിയ വിശുദ്ധ ഖുർആനിന്റെ തുടക്കം അതാണ്. ആ ഖുർആൻ നിങ്ങൾ നോക്കൂ, ഇത്ര നൂറ്റാണ്ടുകൾ ഈ സമൂഹത്തിലുണ്ട്. സമൂഹത്തിന് എന്തെല്ലാം വളർച്ചയുണ്ടായി, ഭൗതികമായി നേട്ടങ്ങളുണ്ടായി. ഖുർആനെ വെല്ലുവിളിക്കുന്നവരുണ്ടായി, അതിനെ ശക്തമായി എതിർക്കുന്നവരുണ്ടായി, ഭരണ നേതാക്കളുണ്ടായി. പ്രവാചകന് സമമായ പ്രവാചകന്മാർ മാത്രമല്ല, അന റബ്ബുക്കുമല്ല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറയുന്ന മനുഷ്യരടക്കം കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് മനുഷ്യന് ഹിദായത്ത് നൽകാൻ, മാർഗദർശനം നൽകാൻ അല്ലാഹു തആല പ്രവാചകന്മാരിലൂടെ വഹി സന്ദേശം നൽകി. അതിന് അല്ലാഹു തആല തന്നെ ദൂതന്മാരെ നിശ്ചയിച്ചു. ആ ദൂതന്മാരാണ് അല്ലാഹു ഏൽപ്പിക്കപ്പെട്ട മലായിക്കത്ത്. അതിലേറ്റവും ശ്രദ്ധേയനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ്
വഹയ്യ് കൊണ്ട് ഉത്തരവാദിത്വം ഏൽപ്പെടുത്ത പ്രവാചകൻ. ഇത് നമ്മുടെ സാധാരണ നിലക്ക് മുസ്ലിം സമൂഹത്തിൽ ജനിച്ചു വളർന്ന ആളുകളും പഠനവിധേയമാക്കണം. ഒരു വലിയ അനുഗ്രഹമാണ് നമുക്ക് ഈ വിശ്വാസം, അതിൻ്റെ പാരമ്പര്യത്തിൽ നമുക്ക് ജനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ആ ഒരു പവിത്രമായ വേദഗ്രന്ഥമാണ് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലുള്ളത്. അതിന് അല്ലാഹു തെരഞ്ഞെടുത്ത ഒരു സമൂഹമാണ് നാം. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമൂഹമാണ്. ഈ ലോകത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ അല്ലാഹു നിയോഗിച്ച ഒരു സമൂഹമാണ്. ആ ഖുർആനിൻ്റെ അവകാശികളാണ്. അതുകൊണ്ടാണ് നമുക്ക് ദഅവത്ത് നടക്കേണ്ടത്. ആ ദൈവത്തെ സംബന്ധിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ച് ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. നിങ്ങൾ ഓർത്ത് നോക്കുക, ആദം നബി മുതൽക്ക് ഇന്ന് വരെ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത് അടിസ്ഥാനപരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് കൊണ്ട് തുടങ്ങുകയാണ്. അത് ഉൾക്കൊള്ളാൻ അള്ളാഹു ഒരു ഉത്തമ സമൂഹത്തെ തിരഞ്ഞെടുത്തു. ആ സമൂഹത്തിന് അള്ളാഹു തന്നെ നൽകുന്ന പേരാണ് ഖൈറു ഉമ്മത്ത് എന്നുള്ളത്. ഉത്തമ സമൂഹമാണ്. നാം അതിലൂടെയാണ് അഭിമാനം കൊള്ളുന്നത്. നമ്മുടെ അഭിമാനം അതാണ്. ഒരു വ്യക്തിയുടെ ചിന്തയല്ല, ഒരു തറവാട് വകയായി കിട്ടിയതല്ല, ഒരു ഭരണകൂടത്തിൽ നിന്ന് കിട്ടിയതല്ല. നമ്മെ സൃഷ്ടിച്ച റബ്ബിൽ നിന്ന് ലഭിച്ച അമാനുഷികമായ വഹിയിലൂടെ, റബ്ബ് തെരഞ്ഞെടുത്ത ദൂതനിലൂടെ, ആ റബ്ബ് തെരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ നാം കേട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തന്നെ അത് കേട്ടപ്പോൾ മാനബിഖാരിൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരവസ്ഥയെ വിശദീകരിക്കുന്നുണ്ട്. എന്തൊരു ഭാരമാണ് തന്നിൽ ഏൽപ്പിക്കാൻ പോകുന്നത് എന്ന് പൂർണ്ണമായി തൻ്റെ ഭാവങ്ങളിൽ തന്നെ ന്യായീകരിച്ച ഒരു സന്ദർഭമായിരുന്നു അത്. അവിടുന്ന് തുടങ്ങിയതാണ് വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ വാക്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആ ഖുർആൻ വിശദീകരിച്ചു കൊടുക്കാൻ പ്രവാചകനോട് പറഞ്ഞു. എന്നിട്ട് ആ പ്രവാചകൻ പറയുന്നതാണ് ദീന് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചു. മാ ഖാലൻ നബിയു വമാ ഫഅലൻ നബിയു വമാ ഖററൻ നബിയു. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ നാം കാണേണ്ടത് അവിടെ നിന്നാണ്. കാലിൻ കീലിയല്ല, കേട്ടുകേൾവിയല്ല. ഏതെങ്കിലും ഒരാൾ അയാൾക്ക് ലഹരി ബാധിച്ച് പറയുന്നതല്ല, ഒരു വെളിച്ചപ്പാടിൻ്റെ സ്വഭാവത്തിൽ പറയുന്നതല്ല. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ വഹയ് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. നബി സമൂഹത്തിന് മുന്നിൽ ജീവിച്ചുകൊണ്ട് മരണം വരെ ആ തുറന്ന പുസ്തകമായി എന്താണ് നബി പറയുന്നത് എന്നവർ കേട്ടു, എന്താണ് നബി ചെയ്യുന്നത് എന്നവർ കണ്ടു, എന്തിനാണ് നബി അംഗീകാരം നൽകുന്നത് അവർക്ക് അനുഭവപ്പെട്ടു. അങ്ങനെയാണ് പ്രവാചക ചര്യ നമ്മോട് പഠിക്കാൻ പറഞ്ഞത്. അങ്ങനെ 10,000-കണക്കിനുള്ള അനുയായികൾ അത് കേട്ടു, അവരനുഭവിച്ചു. അവർക്ക് ജീവിതത്തിൽ വിശ്വാസ ആചാര രംഗങ്ങളിൽ മാറ്റങ്ങളുണ്ടായി. ലോകത്തെ ഏറ്റവും ഉത്തമ സമൂഹമായി അവർ മാറി, ഖൈറു ഉമ്മത്തായി, മറ്റുള്ളവർക്ക് മാതൃകയായ ഒരു സമൂഹമായി മാറി. ആ സമൂഹം ജീവിതത്തിലൂടെ നാടെങ്ങാനും അത് പ്രചരിപ്പിച്ചു. ഇവിടെയും വന്നു. ആ കാലത്ത് തന്നെ അറബി രാജ്യങ്ങളുമായി വർത്തക പ്രമുഖരുടെ ബന്ധങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഗ്രഹീത രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇന്ന് അള്ളാഹു അല്ലാത്തവരെ മുദബ്ബിറുല്ലാലുമായും
അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അതാണ് കരണീയമായ വിശ്വാസമെന്നും ജനങ്ങളെ പഠിപ്പിക്കുന്ന, പ്രവാചകന്മാരെ നിന്ദിക്കുന്ന, അവരെ വളരെ മോശമായി അവതരിപ്പിക്കുന്ന ഒരു സമൂഹത്തെ നാം കാണുകയാണ്. നമുക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, അള്ളാഹുവിനെ ഭയപ്പെടണം. ഇവിടുത്തെ വാക്കുകൾ കൊണ്ട്, വാചകങ്ങൾ കൊണ്ട്, അതിൻ്റെ കസറത്തുകൾ കൊണ്ട് വിജയിക്കുകയല്ല വേണ്ടത്, അള്ളാഹുവിനെ ഭയപ്പെടണം. എല്ലാ കേൾവിയും എല്ലാ കാഴ്ചയും എല്ലാം ചോദ്യം ചെയ്യപ്പെടും. ഇതെല്ലാം റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധമുണ്ടാകണം. പൗരോഹിത്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ നിങ്ങൾ കേൾക്കുകയുണ്ടായി. വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. പക്ഷേ അതുകൊണ്ട് ആദർശ പ്രബോധന രംഗത്ത് നമുക്ക് വളർച്ചയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ എത്ര വേഗതയിലാണ് ഈ ആദർശങ്ങൾ അവരുണ്ടാക്കുന്ന എല്ലാ ശബ്ദത്തെക്കാളും ഉയരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രചരിക്കുന്നതും സമൂഹം ഉൾക്കൊള്ളുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 60 കൊല്ലം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ 60 കൊല്ലം ഇവിടെ ഈ മഹാപ്രസ്ഥാന സ്ഥാപനങ്ങളുമായും ബന്ധപ്പെട്ടുകൊണ്ടും ഇവിടെയുള്ള ദഅവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തും വാങ്ങിയും അനുഭവങ്ങളുള്ള ഒരു ജീവിതമാണ് എൻ്റേത്. വളരെ പ്രതിപക്ഷ ബഹുമാനത്തോടെ, ആദരവോടെ ഇവിടെ ചാലിയം അങ്ങാടിയിൽ വെച്ച് ദീർഘമായ ദിവസങ്ങളിൽ പല പരിപാടികളിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന അഭിമാനപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിലുണ്ടായിരുന്ന സ്ഥിതിയും പിന്നീട് ആ തുടർന്നുള്ള 30 വർഷങ്ങളെ ഇവിടെ അധ്യാപക ജീവിതത്തിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളും ആയിരക്കണക്കുള്ള വിദ്യാർത്ഥികളെ കൊണ്ട് സമ്പന്നമായ ഈ സ്ഥാപനത്തിൽ കയറിയിറങ്ങിപ്പോകുന്ന കുട്ടികളുടെ ചിന്തയിലുണ്ടായ ആശാപമായ പരിവർത്തനവും മാറ്റവും ജീവിതത്തിൽ കാണാനും അതനുഭവിക്കാനും കൺകുളിർമ നേടാനും ഭാഗ്യമുണ്ടായൊരു വ്യക്തിയാണ് ഞാനന്ന് ഇന്നും ഓർക്കുന്നു. ഇവിടെ ചാരിയം ഹൈസ്കൂൾ, ഈ ഹൈസ്കൂളിൻ്റെ കോമ്പൗണ്ടിലാണ് ഇവിടെ പള്ളി ഉണ്ടായിരുന്നത്. ഈ പള്ളിയിൽ ജുമഅക്ക് കൂടാൻ ഭാഗ്യം ലഭിക്കുന്നവർ വളരെ കുറച്ചാളുകളെ ഉണ്ടാവും. എല്ലാം തമസ്കരിക്കപ്പെട്ടതുപോലെ ജനങ്ങളെ ഉപദേശം ചെയ്യാൻ, ആഴ്ചതോറും ജനങ്ങളെ ഉപദേശിക്കൽ, ഒരാഴ്ചെങ്കിലും ഓതി അവരെ ബോധവൽക്കരിക്കൽ നിർബന്ധമാക്കിയ ഒരു സമുദായം. ഓരോ ആഴ്ചയിലും പുതുക്കലും ശുദ്ധീകരിക്കലും നടക്കേണ്ട ജുമാ എന്ന് പറയുന്ന ഏറ്റവും പുണ്യകരമായ അമലുകൾ, അതുപോലും പിശാചിൻ്റെ ഇടപെടൽ കാരണമായി തമസ്കരിച്ച് ആർക്കും അറിയാത്ത നിലക്ക് ചൊല്ലിപ്പറഞ്ഞ് പതുക്കെയും ഉറക്കെയും എല്ലാം കൂടി ഒരു അപശബ്ദമുണ്ടാക്കി തീർക്കുന്നവര് കാര്യമാക്കി ജുമയെ അതപ്പതിപ്പിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്. നേരെ മറിച്ച് പ്രവാചക ചര്യ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഖുത്ബ നടത്തേണ്ടത് എന്ന് ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഈ മാറ്റം ഇവിടെ സൃഷ്ടിച്ച മിമ്പറും അതിനോടനുബന്ധിച്ചുള്ള ദഅവത്തും എത്ര ശക്തമായിട്ടാണ് ഇവിടെ പ്രചരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങൾ എന്തെല്ലാമായിരുന്നു, ജനങ്ങളിൽ വിഭാഗീയത എത്രമാത്രം ശക്തമായിരുന്നു. അതെല്ലാം പോയി. എവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനും കേൾപ്പിക്കാനും പറ്റാവുന്ന സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ടായി. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ ആലോചിച്ചു, ഈ ചാലിയത്ത് നിന്ന് ഈ ജുമഅക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞ പരിമിതരായ ആളുകൾ മാറ്റി നിർത്തിയാൽ, പിന്നീട് ബേപ്പൂരിൽ അടുത്ത കാലത്ത് അതിനോടനുബന്ധിച്ചുള്ളൊരു കാലത്ത് തുടങ്ങിയ ഒരു ജുമയും
പിന്നീട് കോഴിക്കോട് മാത്രമാണ് ഇതിനിടയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ബോധവൽക്കരണം നടത്തുന്ന പ്രവാചക ചര്യ സ്വീകരിച്ചുകൊണ്ടുള്ള ഖുത്ബയുണ്ടായിരുന്നുള്ളൂ. ഞാനെല്ലാം റെയിൽ മാർഗമായി 9 മൈലുകൾ നടന്ന് ജുമയ്ക്ക് കോഴിക്കോട് പോയിട്ടുണ്ട്. അന്ന് ഗതാഗത സൗകര്യങ്ങളില്ല. പൂർണ്ണമായി ഒരു തുരുത്താണ് കടലുണ്ടി പഞ്ചായത്ത്. 4 ഭാഗവും വെള്ളമാണ്. അവിടെ നിന്ന് ഒരുപാട് വികസനങ്ങളുണ്ടായി. അതൊന്നും ഓർമ്മിപ്പിക്കാനല്ല. റെയിലിലൂടെ മാത്രം സഞ്ചരിച്ച് കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ മഹാനായ അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ റഹ്മത്തുള്ള അദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ ഖുത്ബകൾ കേൾക്കാൻ ഞങ്ങളെപ്പോലെ ഒറ്റപ്പെട്ട ആളുകൾ അന്ന് ത്യാഗം വരിച്ചിരുന്നു. ആ ഒരു സ്ഥാനത്താണ് ഈ 2 പഞ്ചായത്തുകളിൽ മാത്രം, വള്ളിക്കുന്ന് കടലുണ്ടി പഞ്ചായത്തിൽ മാത്രം 40ഓളം പള്ളികൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ ഇന്ന് ഉണ്ട് എന്നുള്ളത് മുജാഹിദ് പ്രവർത്തകന്മാർക്ക് പോലും അറിയാത്തതാണ്. 40ലധികം പള്ളികൾ പരപ്പനങ്ങാടിയിലെ അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു ജുമയ്ക്ക് ബേപ്പൂരിലും കോഴിക്കോട്ടും ഉണ്ടായിരുന്ന ഈ അകലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടുന്ന് പുളിക്കൽ വരെ മറ്റൊരു ജുമയില്ല. മലപ്പുറത്തിൻ്റെ ഇടയിൽ പരിമിതമായ 1-2 ജുമാ പള്ളികൾ മാത്രമേ ഉള്ളൂ. ആ ഒരവസ്ഥ അങ്ങ് പോയിട്ട് ഇപ്പോഴുള്ളൊരവസ്ഥ നിങ്ങൾ നോക്കി. 40 എന്ന് ഞാൻ പറയുന്നത് 2 പഞ്ചായത്തുകളിൽ മാത്രമാണ്. അത് കുറച്ചുകൂടി വള്ളിക്കുന്ന് പഞ്ചായത്തിൻ്റെ പരപ്പനങ്ങാടി പഞ്ചായത്തും കൂടി ഇങ്ങോട്ട് തീരദേശങ്ങൾ കൂട്ടിയാൽ അവിടുന്നും എണ്ണം കൂടും. എവിടെയും ഏത് പ്രദേശത്തും ജനങ്ങൾക്ക് ഓരോ ആഴ്ചയിലും വിശുദ്ധ ഖുർആനിലെ ഒരായത്തെങ്കിലും ഓതി അതിൻ്റെ അർത്ഥം കേൾക്കുന്ന, അതിൻ്റെ വിശദീകരണം കേൾക്കുന്ന ജുമഅകൾ വന്നതാണ്. ഇങ്ങനെ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ ക്ലാസ്സുകളെക്കാളെല്ലാം വളരെ ചേതനയോടെ ചൈതന്യത്തോടെ ഇവിടെ നിലനിന്നത്. അത് ഒന്നാമത്തെ മാധ്യമമാണ്. നാം ജനങ്ങളെ കേൾപ്പിക്കേണ്ടത് വേറൊന്നും വേണ്ട. വേറെ നമ്മുടെ പ്രബോധനത്തിലെ മറ്റു പലതും നമ്മൾ സ്വീകരിക്കാറുണ്ട്. പ്രബോധന രംഗത്ത് പല മാറ്റങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷേ പ്രവാചകൻ ഈ സമൂഹത്തിൻ്റെ ഭദ്രമായ നിലനിൽപ്പിന് സമൂഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള അൽ ജുമഅത്തു ഇലൽ ജുമഅ മുകഫിറാത്തുൽ ലിമാ ബൈനഹുമാ, ഒരു ജുമഅ മുതൽ മറ്റേ ജുമഅ വരെയുള്ള ഇടക്കാലത്ത് സംഭവിക്കുന്ന തിന്മകളെ അല്ലെങ്കിൽ തെറ്റുകളെ പരിഹരിക്കാനുള്ള പവിത്രമായ ദിവസമാണ് വെള്ളിയാഴ്ച. അതിൻ്റെ ജുമഅയും അതിൻ്റെ ഖുത്ബയും എന്ന് ജനങ്ങളെ പഠിപ്പിച്ചത് പിശാച് ആദ്യമായി ചെയ്തത് ആ ജുമഅയെ തമസ്കരിക്കാനാണ്. അതിൻ്റെ ഖുത്ബയെ നിർജീവമാക്കാനാണ്. ആർക്കും അറിഞ്ഞുകൂടാത്ത നബിയുടെ വഫാത്തിൻ്റെ ശേഷം ഏറെക്കുറെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം 6-ാം നൂറ്റാണ്ടിൽ എന്ന് തന്നെ പറയാം, ആ കാലത്ത് ഒരു മനുഷ്യൻ ഈജിപ്തിൽ അയാൾ നടത്തിയ ഖുത്ബ എഴുതി വെച്ച് അതിങ്ങനെ ചൊല്ലിപ്പറയുന്ന, അത് തന്നെ ആ ശബ്ദം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പം നമ്മളെ കുട്ടികൾക്കൊന്നും അറിഞ്ഞുകൂടെ, ഒന്ന് കേൾക്കണം. അയ്യുഹന്നാസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ പതുക്കെ പറയാം. ജനങ്ങളെ എന്ന് വിളിച്ചാൽ പിന്നെ ഒരു കേൾക്കണ്ടേ? നിങ്ങൾ ഈ വിഡ്ഢിത്തത്തിൻ്റെ ഒരു തുടക്കം തന്നെ നോക്കൂ. നിങ്ങൾ മിമ്പറിൽ കയറി ഹംദും സലാത്തും കഴിഞ്ഞ് അയ്യുഹന്നാസ് പറഞ്ഞാൽ പിന്നെ മൂപ്പര് നീളക്കുപ്പായത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കല്ലേ. ജനങ്ങളോടല്ല, പിന്നെന്തോ ചൊല്ലിപ്പറയും. ഒരു 2 കൂച്ചനക്കലും ശബ്ദം എന്തൊക്കെയോ പറയുമ്പോഴേക്ക് ഇത് കഴിഞ്ഞു. അത് അയാൾക്ക് തോന്നുമ്പോൾ ഉറക്കെ പറയും,
അയാൾക്ക് തോന്നുമ്പം പതുക്കെ പറയും. എന്താണ് പറയുന്നതെന്നും മുമ്പർക്കും അറിയില്ല. അതുകൊണ്ടാണ് മുമ്പ് നമ്മൾ പറയുന്നത് പോലെ അന്ന് ഈ ഖതീബ് ഇത് നടത്തുമ്പോൾ അറഫ, സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഉദാഹരണമാണ്. ഞാനൊരു ഇപ്പം ഓർക്കാൻ വേണ്ടി, എപ്പോഴത്തെ കുട്ടിയൊക്കെ അറിയില്ല. പെരുന്നാൾ കഴിഞ്ഞ് അറഫ കഴിഞ്ഞ് അതിൻ്റെ തുടർച്ചയുള്ള അയ്യാമുൽ ബീദൊക്കെ കഴിഞ്ഞ്, അത് കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടിൽ ജുമാ ആകുന്നത്. അന്നത് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ രണ്ടാമത്തെ ഖുതുബയിൽ നാളെ നിങ്ങളുടെ സഹോദരന്മാർ അറഫാത്തിൽ ഒരുമിച്ച് കൂടാൻ പോവുകയാണ്. അതിൻ്റെ അർത്ഥം കൂടി അറിഞ്ഞുകൂടാ. ഇന്നലെ പെരുന്നാൾ കഴിഞ്ഞ വിവരവും അറഫ കഴിഞ്ഞ വിവരവും ഒന്നും അറിഞ്ഞുകൂടാ. പറയുന്നവർക്കും അറിഞ്ഞുകൂടാ, കേൾക്കുന്നവർക്കും അറിഞ്ഞുകൂടാ. എന്നിട്ട് ഈണം വെച്ചിട്ട് പറയാണ്, നാളെ അറഫാത്തിൽ നിങ്ങളുടെ സഹോദരന്മാർ ഒരുമിച്ച് കൂടുകയാണ്. നിങ്ങൾ ഓർക്കണം, എത്ര അന്ധതയിലേക്കാണ് ഈ സമൂഹത്തെ കൊണ്ടുപോയത്. ആ ജുമയെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉപദേശം പ്രവാചകൻ നിർബന്ധമാക്കി വെള്ളിയാഴ്ചകളിൽ ചര്യയായി നമ്മളെ പരിചയപ്പെടുത്തി. അതിൻ്റെ തുടക്കമാണ്, അതിൻ്റെ സാധുതകളാണ്, അതിൻ്റെ പ്രയോഗവൽക്കരണമാണ് ഇവിടെ മുഴുവൻ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ഖുതുബ നിങ്ങൾ അന്വേഷിക്കൂ. കരുവന്തുരുത്തിയിൽ നമ്മുടെ പള്ളി വന്നിട്ട് ഏതാനും കൊല്ലങ്ങളെ ആയിട്ടുള്ളൂ. അവിടെ ഒരു ഖുതുബ പരിഭാഷ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലം ആയിട്ടുള്ളൂ. എന്നാൽ കരുവന്തുരുത്തിയിൽ നിന്ന് ഈ മഹത്തായ സ്ഥാപനത്തിൽ വന്ന് പഠിച്ചു പോകുന്ന നൂറുകണക്കിനുള്ള വിദ്യാർത്ഥികൾ യാദൃച്ഛികമായി ഇവിടെ ജുമാക്ക് പങ്കെടുക്കുകയും വമ്പിച്ച നിലക്ക് പരിവർത്തന വിധേയരാവുകയും അവിടെ തന്നെ ഒന്നിലധികം പള്ളികളും മറ്റുള്ളവർ ഫറൂഖിലും ഇവിടെയെല്ലാം പോയി സജീവമാകുന്ന ഒരു സമൂഹം പറയുമ്പോൾ പരസ്യമായ ദഅവത്ത് അധികം ലഭിക്കാത്ത ഒരു പ്രദേശമായിരുന്നു അത്. ഞാൻ ഇന്നും ഓർക്കുന്ന ആ കാലത്തുണ്ടായിരുന്ന നമ്മുടെ സ്ഥാപനത്തിൽ വന്നിരുന്ന വിദ്യാർത്ഥികൾ, അവരെല്ലാം മനസ്സിൽ മാറ്റം വന്നു കഴിഞ്ഞിരുന്നു. വമ്പിച്ച മാറ്റം. അത് ഖുതുബയിൽ മാത്രമല്ല, അവർക്ക് വമ്പിച്ച മാറ്റമുണ്ടായിരുന്നു. ഈ പരിസര പ്രദേശത്ത് മുഴുവൻ നമ്മുടെ ദൈവത്തിൻ്റെ വെളിച്ചം എത്തുകയുണ്ടായി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു അനുഗ്രഹീതമായ സാഹചര്യത്തെ നാം നിലനിർത്തണം. അന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ചീത്ത പറച്ചിലുണ്ടായിട്ടുണ്ട്, ബഹിഷ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മയ്യത്ത് വെച്ചുകൊണ്ട് മുജാഹിദികൾക്ക് വഹാബികൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെക്കാൻ ധൈര്യം വന്ന ഒരു നാടാണിത്. നിങ്ങൾ ആലോചിക്കണം, മയ്യത്ത്, ഒരു മയ്യത്ത് കാണാനുള്ള സ്വാതന്ത്ര്യം പോലും വഹാബികൾക്ക് നൽകരുത് എന്ന് പറയുന്ന പ്രാകൃതമായ എന്തൊക്കെ നമ്മളിവിടെ കണ്ടു. ഉമർ മൗലവി വെല്ലുവിളിച്ച് നടന്ന ഇവിടുത്തെ പ്രഭാഷണങ്ങൾ ഈ അങ്ങാടിയെ വളരെ ധന്യമാക്കിയ അനുഗ്രഹീത നാടുകളായിരുന്നു. അത് നിരന്തരമായി ദഅവത്ത് ഇവിടെ നടത്തി ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ചാരിയവും പരിസരവുമായി എത്ര ജുമാ പള്ളികളാണെന്നറിയാമോ? വലിയ മനോഹരമായ പള്ളികളല്ല ഞാൻ പറയുന്നത്. വെള്ളിയാഴ്ച അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന ഖുതുബ നിർവഹിക്കുന്ന സ്ഥാപനങ്ങൾ, അതാണ് ജനങ്ങളെ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ മിംബ്ര മെഹ്റാബിൽ തന്നെ നിന്ന് പറഞ്ഞൂടെ? അള്ളാഹുവിനോട് പറയുന്നത് മെഹ്റാബിൽ നിന്നുകൊണ്ടാണ്. ജനങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അത് ജനങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടാണ്. ഈ പ്രാഥമികമായ ഒരവസ്ഥ പോലും മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല. ഇവിടെ എന്തെല്ലാം നടക്കുന്നു, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഖുറാഫാത്ത് നശിക്കുകയാണ് എന്നാണ് പലരും പറഞ്ഞ. ഇനി അടുത്ത തലമുറയിൽ ആരും ഉണ്ടാവില്ല എന്നാ. എന്നാൽ പുതിയ പുതിയ ഖുറാഫാത്തുകൾ ഉണ്ടാവുകയും ഇപ്പം ഇവിടെ പറഞ്ഞില്ലേ, ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് പറയാനുണ്ടോ? പടച്ചോനെ, ഈ മടവൂർ അവലിയെ പടച്ചോനാണെന്ന് പറയുന്ന ഇതുവരെ അനുയായികളെത്തി.
ഇയാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പ്രായമുള്ളവർ കണ്ടിട്ടുണ്ടാവും. ഞാൻ കണ്ടതാ. ഒരു സാധു മനുഷ്യൻ, നല്ല മനുഷ്യനായാൽ, അയാൾക്ക് കുറച്ച് കുറവാണെന്ന് മാത്രം. അത് അള്ളാൻ്റെ പരീക്ഷണമാണ്. അതുകൊണ്ട് മൂപ്പർ അങ്ങനെയാണ് ജീവിച്ചത്. ഇവിടെ കൊണ്ടുവന്നിരുന്നത് കടലുണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ കേന്ദ്രമായിട്ട് നമ്മളെ പുറ്റേക്കാട്, ഈ കല്ലമ്പാറ കേന്ദ്രമായിട്ട് കുറേ ദിവസങ്ങളോളം അവിടെ താമസിച്ചിട്ടുണ്ട്. ഒരു തെക്കിലീഫില്ലാത്ത മനുഷ്യൻ. എന്നിട്ട് അത് പടച്ചവനാണ്, മുദബ്ബിറുള്ളവനാണ്. ഇനി എന്തൊക്കെ ഇങ്ങോട്ട് അതിന് നമ്മൾ മറുപടി പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക. ആ ഇടമുണ്ട് ഇവിടെ ജനങ്ങൾ കാതോർക്കുന്നുണ്ട് നമ്മുടെ ശബ്ദത്തിന്, ഖുർആൻ കേൾക്കാൻ, ഹദീസുകൾ കേൾക്കാൻ, ഉത്തമ സമൂഹമായി മാറാൻ ഉപദേശം കേൾക്കണം. നിങ്ങൾ ഉത്തമ സമുദായമാണ്. നല്ലത് കൽപ്പിക്കുകയും ചീത്ത തടയുകയും ചെയ്യുന്ന ഹൈറൂമത്താണ് നിങ്ങൾ. ആ ബാധ്യത നമ്മൾ നിർവഹിക്കുമ്പോൾ ജനങ്ങൾ വരും, ജനങ്ങൾ ഇതിലേക്ക് വരും. അല്ലാതെ ഈ ആരെങ്കിലും ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതുമ്മൽ ഇങ്ങനെ കടന്ന് കെട്ടിത്തിരിയണ്ട. അതിന് കാര്യങ്ങൾ പറയണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അത് ഇതിൻ്റെ ഇടയിലൊരു വിഷയമാക്കി നമുക്ക് സംസാരിക്കാം. പക്ഷേ ഈ കൗമ് ഇതിങ്ങനെ കേട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നു എന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ഇല്ല. ബുദ്ധിയുള്ള, തൻ്റെ ഇടമുള്ള, ഖുർആൻ പറയുന്ന, ചിന്തിക്കുന്ന സമൂഹം, അവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് നമ്മുടെ ഉപദേശങ്ങളിൽ. അത് ഉൾക്കൊള്ളണം. ഇവിടെ വമ്പിച്ച മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ നാടാണ്, എൻ്റെ നാടാണ്. ഞാൻ വളർന്ന ആ കാലത്തൊക്കെ ഇവിടെ ഏറ്റവും ശക്തമായ ആദർശ സംഘർഷവും സംഘടനകളും എല്ലാം ഉണ്ടായാലും ഇവിടെ മനുഷ്യൻ എന്ന തരത്തിലുള്ള ബന്ധങ്ങൾ നമ്മുടെ പൂർവികർ കാത്തു സൂക്ഷിക്കാറുണ്ടായിരുന്നു. അതും കൂടി നശിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എനിക്കറിയാം, ദീർഘകാലമായി നമ്മുടെ ജുമാഅത്ത് പള്ളിയിൽ ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി കോഴിക്കോട് വലിയ കാളി അദ്ദേഹം എത്തുമ്പോൾ, ചാരിയറ്റ നമ്മുടെ സ്കൂൾ പള്ളിയിൽ അന്ന് ഖുത്ബ നടത്തിയിരുന്നത് ഞാനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്തു നിന്നായിരുന്നു അന്ന് പെരുന്നാൾ ഭക്ഷണം കഴിച്ചിരുന്നത്. പറയട്ടെ, ഇന്ന് ധൈര്യപ്പെടുക. ആർക്കെങ്കിലും ഒരു പുരയിൽ നിന്ന് കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് നല്ല നിലക്ക് പിരിയലാണ് അന്നത്തെ പതിവ്. ഒരു പ്രശ്നവുമില്ല. ഇവിടെ നടക്കുന്ന ജുമാകളിലെല്ലാം അതിന് പരസ്പരം ആദരവോടെ ആദർശരംഗത്തുള്ള പ്രബോധനമല്ലാതെ വ്യക്തിബന്ധങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും വളരെ തീവ്രവാദികളായ ഒന്നോ രണ്ടോ വ്യക്തികൾ ഉണ്ടാകുമെന്നല്ലാതെ ഈ പ്രദേശം ഇസ്ലാമിക ദഅവത്ത് കൊണ്ട് അനുഗ്രഹീതമായ പ്രദേശമാണ്. അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും നിങ്ങൾ പറഞ്ഞു നോക്കൂ, ഏതൊരു പ്രഭാഷണം നടത്തിയാലും, റഹ്മാനിയുടെ ഒരു സംസാരം വരാൻ പോകുന്നു, സംസാരിക്കട്ടെ. എനിക്ക് ഉറപ്പാണ് ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും പുറത്തു നിന്ന് കേൾക്കുന്ന ആളുകൾക്കും ആർക്കെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകും. അവരെ ചിന്തിക്കുന്നവരാക്കി മാറ്റും. ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമാണ് ഖുർആൻ. നമ്മൾ മറ്റുള്ളവരോടുള്ള ദേഷ്യം പോലെ അതിന്നെ പറഞ്ഞുകൂടി നമ്മൾ നിൽക്കണ്ട. ഈ മടവൂർ ഔലിയ എന്നൊക്കെ പറയുമ്പോൾ ഏതോ ഒരു കാലത്തുണ്ടായ ഒരു ഔലിയ എന്ന് എല്ലാവരും വിചാരിക്കും. നമ്മളെ കാലത്ത് ഇവിടെ നടന്നിരുന്നൊരു മനുഷ്യനാണ്. റമളാനിലെ പകലിൽ അയാൾ വെള്ളം കുടിക്കും, ചായ കുടിക്കും എന്ന് മാത്രമല്ല, കണ്ടോൽക്കൊക്കെ ചായ കുടിക്കാൻ കൊടുക്കും. വകതിരിവില്ലാത്ത അദ്ദേഹത്തെ ഒന്നും പറയണ്ട. പക്ഷേ വകതിരിവ് ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഈ കൗമുണ്ടല്ലോ, അതിൻ്റെ പിന്നാലെ അങ്ങനെ കൂടും. അയാൾ ആ വെള്ളം അവിടെ കൊടുക്കും. അപ്പം എനിക്ക് നോമ്പുണ്ടെന്ന് പറഞ്ഞു ഒന്ന് അകന്നാൽ മതി. അയാളും കാരണം ഓറ് പറഞ്ഞാൽ അത് സ്വീകരിക്കാക്കാൻ പറ്റൂലല്ലോ, കുരുത്തക്കിടറ്റൂലേ. അള്ളാന്റെ കൽപ്പന ഒന്നല്ല, കുത്തിബാലയ്ക്കും സിയാം എന്ന് അള്ളാന്റെ നിർബന്ധമാണ്. അത് അല്ല, ഈ ഓറ് പറഞ്ഞത് കേൾക്കണമല്ലോ. മനുഷ്യൻ ഇത്ര അതപ്പതിച്ചാൽ എന്താണ്? അതുപോലെ എന്തെല്ലാമാണ് പറയുന്നത്.
ഒരുത്തൻ ഭ്രാന്തളകി ഒന്നായി നടന്ന് എന്തെല്ലാമോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യന്റെ നാവിൽ നിന്ന് വരുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മഹാനായ പ്രവാചകൻ, അള്ളാഹു ഖലീലായി തെരഞ്ഞെടുത്ത പ്രവാചകൻ, അള്ളാഹു ലോക മുസ്ലിമീങ്ങൾക്ക് അവസാനം വരെ മാതൃകയാക്കാൻ പറഞ്ഞ പ്രവാചകൻ. അതിലാണ് ഒരു ഇബ്രാഹിം ഇവിടെ വന്ന്. ആ ഇബ്രാഹിം കുറെ കാലത്തില്ലേനാ പിന്നെ കാബത്തിന്റെ അടുത്ത്. എന്നിട്ട് ഏതാടോ എൻ്റെ ഇബ്രാഹിം, ഓനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? ഞാൻ കേൾക്കുമ്പോൾ അങ്ങനെ നമുക്കൊക്കെ അന്താളിച്ചു പോകുക. നമ്മൾ ഇങ്ങനത്തെ അഹങ്കാരി ലോകത്തുണ്ടാകും. ഇച്ചൊരു ധിക്കാരി. ആദരം ഇവൻ്റെ കബറ് വന്നതിന് ശേഷമാണ് കാബത്തിന്റെ പ്രാധാന്യം ഉണ്ടായത്. ഇങ്ങനെ തുടങ്ങി അതൊക്കെ അതിങ്ങ പറഞ്ഞിട്ട് വെറുതെ നമ്മളെ മനസ്സ് കേടുവരില്ല. ഒരു മനുഷ്യൻ എന്തെല്ലാമോ അബോധാവസ്ഥയിൽ വിളിച്ചു പറയും. ഇങ്ങോട്ട് ആരെങ്കിലും ഇവിടെ പണ്ഡിത സംഘടന ഉണ്ടല്ലോ, വലിയ പണ്ഡിത സംഘടനകൾ, ഇത് കുറച്ച് കടന്നു മോനെ നിർത്ത് എന്ന് പറയാനൊരുങ്ങിയോ? മുജാഹിദുകളെ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളി, മുജാഹിദുകളെ എത്ര വേണമെങ്കിലും വിമർശിച്ചോളി, എതിർത്തോളി, ഒരു വിരോധവുമില്ല. ഇങ്ങനെ നമ്മളെ അടിസ്ഥാനം, നമ്മുടെ മണ്ണ് തന്നെ വാരുന്ന ഈ ഇത് പരസ്യമായി നടക്കുകയാണ്. ഇപ്പം മൂപ്പര് ഇന്ന കൊല്ലം കോൺഗ്രസ് അധികാരത്തിൽ വരും, മറ്റേ കൊല്ലം മറ്റത് വരും, ഇപ്പോഴത്തെ ഭരണം വളരെ ഭയങ്കരമാണ്, എന്തെല്ലാമോ അയാൾക്ക് തോന്നുന്നൊക്കെ വിളിച്ചു പറയാം. ഇങ്ങോട്ടൊരു മനുഷ്യൻ അത് കൊടുക്കുന്നുണ്ട്, പറയുന്നുണ്ടോ? ഇതൊക്കെയാണല്ലോ ദീന്. എന്നിട്ട് നമ്മളെ പേര് അതിൻ്റെ ഇടയിലൊന്ന് പറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കുട്ടിയൊക്കെ വല്ല ഉദ്ദേശം പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല, ഒന്നും അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ പേരൊരുപാട് പറഞ്ഞാലോ അയാൾക്ക് ഇന്നറിയോ? എനിക്ക് ആരെയും അറിയില്ല. എന്ത് വിചാരിച്ചിട്ടാണ് ഈ പേര് പറയുന്നത് എനിക്കറിയില്ല. പിന്നെ നമുക്കൊക്കെ ഒരു മോശമില്ലാത്ത പേരായതുകൊണ്ട് അബ്ദുള്ളയാണല്ലോ, അങ്ങനെ കുറച്ച് പറഞ്ഞോട്ടെ. നമ്മൾ വേറൊന്നല്ല, മടവൂരിൻ്റെ അബുദാണ്, അടിമയെന്നൊന്നുമല്ലല്ലോ പേര്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അല്പം ബുദ്ധി ഉപയോഗിക്കണം. ഇനി അടുത്ത പ്രഭാഷകന്മാർ ഒരുപാട് പ്രാസംഗികന്മാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട്. ഏതായാലും ഇൽമിൻ്റെ സദസ്സല്ലേ, ഒന്ന് ക്ഷമയോടുകൂടെ കേൾക്കുക. ഓരോ കാലഘട്ടത്തിലുള്ള വിമർശനങ്ങൾ മാറി വരികയാണ്. ആ വിമർശനങ്ങൾക്കുള്ള മറുപടി ഖുർആനും സുന്നത്തും നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. നമ്മൾ ഈ ദഅവത്തിൽ കണ്ണിചേരണം, നമ്മൾ പ്രബോധകന്മാരായി മാറണം. ഒരാൾ ജീവിതത്തിൽ അവന് നിൽക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അയാൾ മുഖേന ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുക എന്നുള്ളതാണ്. നമ്മൾ നെഞ്ഞത്ത് കയ്യച്ചുകൊണ്ട് പറയണം. ഇപ്പം എനിക്കൊക്കെ അഭിമാനത്തോട് പറയാം, എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ എല്ലാ ഖുറാഫാത്തും വീട്ടിൽ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഓതാൻ പോയത്. ആ ഓതാൻ പോയി ഇവിടുത്തെ ഇന്നത്തെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാർ, മരിച്ചുപോയവർ, അവരൊക്കെ ഞാനുമായിട്ട് എനിക്ക് ഇവർക്ക് എന്താ എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്? തുറന്ന പുസ്തകമാണ് നമ്മുടേത്. എന്താണ് പറയാനുള്ളത്? തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അത് പറഞ്ഞാൽ അത് നമുക്ക് സ്വീകരിക്കാം, ഒരു പ്രശ്നമില്ല, അതിലാരും എതിർക്കുമില്ല. നമുക്ക് ഇപ്പം എൻ്റെ ഉസ്താദാണ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ആർക്കും സ്വീകരിക്കും. പിന്നെ എങ്ങനെ കേടുവെന്ന് മനുഷ്യന്മാർ വിചാരിക്കുമോ? കൂടെ വളരെ ബഹുമാനത്തിൽ ആദരവിൽ ഉസ്താദിനെ പരിഗണിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ഇപ്പോഴും അങ്ങനെ തന്നെ ആദരവോട് കൂടി തന്നെയാണ് അവരൊക്കെ ഞാൻ ഓർക്കുന്നത്. അവർ മുഖേന പഠിക്കാൻ കഴിഞ്ഞല്ലോ. ഇന്നത്തെ ഈ അധപ്പതനത്തിലേക്ക് ആരും എത്തിയിട്ടില്ല കേട്ടോ. അത് വിചാരിച്ചിട്ട് നമ്മളെ പുതിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഈ പറയുന്ന ആൾക്കാരെ മാതിരി ഒന്നല്ല അപ്പം കഴിഞ്ഞ കാല പണ്ഡിതന്മാർ. അതിനാണ് ഞാൻ പറഞ്ഞത്, പെരുന്നാൾ കഴിഞ്ഞ് ഇവിടുന്ന് ഞാനും ജുമാഅത്ത് പള്ളിക്കൊന്ന് തങ്ങളും നമ്മളെ അവിടുത്തെ ഖാദിയായിരുന്ന തങ്ങൾ, അദ്ദേഹം അവിടെ അമ്പായത്തിൽ നിന്നായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. അതൊക്കെ ആ വ്യക്തിബന്ധങ്ങളും സ്നേഹങ്ങളും ബഹുമാനവും പരസ്പരം
അങ്ങോട്ടും ഇങ്ങോട്ടും അന്നുണ്ട്. ഇപ്പോഴാണ് വെറുതെ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. അതേ പ്രകാരം തന്നെ ഇപ്പം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഞങ്ങൾ കൂട്ടുകാരാണ്, ശരിക്കുമാരാണ്. അത് ഞാൻ മരിച്ചതിന് ശേഷം ആരെങ്കിലും പറയുമ്പോൾ അയാൾ കളവ് പറഞ്ഞാന്ന് പറയും. ഇതൊന്നല്ല, നാട്ടുമൗലൂദിന് ഞങ്ങൾ കൂടെ പോയവരാണ്. താനൂരിൽ പ്രസിദ്ധമായ ഒരു നാട്ടുമൗലൂദുണ്ട്. എല്ലാ പുരയിലും ഒരേ സമയത്ത് മൗലൂദ്. ഈ മൗലൂദ് വലിയ പുണ്യകരമാണെങ്കിൽ ഈ മൈക്ക് വെച്ചിട്ട് കെട്ടിപ്പറയുന്ന കുട്ടികൾ ഡാൻസ് ചെയ്യുന്നതാണ് മൗലൂദ് എന്ന് ഇവിടെ പഴയ തലമുറക്കാർക്കെങ്കിലും അറിയാം. പഴയ തലമുറ പുരയിലിങ്ങനെ വെച്ച് പിടാപ്പുറത്തും വെച്ചിട്ട് എല്ലാ കുടുംബ അംഗങ്ങളൊക്കെ പങ്കെടുത്തിട്ടുള്ള മൗലൂദേനി. അത് പിന്നെയും കണ്ടാലൊരു ചേലുണ്ട്. ഇപ്പം എന്താ കാട്ടുന്നത്? പട്ടാളം മൗലൂദാണ്. അവൻ നബി എന്തോ ഒരു വലിയൊരു പട്ടാളക്കാരനാണ്. അതുമല്ല ഒരു സൈനിക മേധാവി എന്നൊക്കെയാണ് വിചാരിച്ച തോന്നുന്നു. ചെറിയ പൈതങ്ങളെ ഇത് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആളെ പേടിപ്പിക്കുന്ന തരത്തിൽ. അവസാനം ഒന്നും കൊണ്ടു നടക്കാനില്ല. എന്നിട്ട് ഇപ്പോൾ ഇക്കൊല്ലം കണ്ട് റൗദൻ്റെ പച്ച ഒരു ഇത് വണ്ടിൻ്റെ മേലെ കയറ്റി വെച്ചിട്ട് അതിന് ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ. നമുക്കും വേണം ഒരാളെ കൊണ്ടു നടക്കാൻ. നമുക്ക് കിട്ടിയില്ലല്ലോ, നബിനെ കിട്ടിയില്ല, പ്രവാചകന്മാരെ ആരും കിട്ടിയില്ല. എന്നാൽ കിടക്കട്ടെ റൗദ തന്നെ ഈ റസൂലിൻ്റെ കാലത്തൊന്നുമുള്ളതല്ല. ഏത് ആ മേലെ വെച്ചത് റൗദ എന്ന് പറയുന്നത് ഏതാ? മാബൈന ബൈത്തീവ മിമ്പരി റൗദത്തുമിറിയാതെ ചെന്ന, എൻ്റെ വീട്ടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിൽ ഉള്ള സ്ഥലം, അതാണ് റൗദ. ഇത് വിചാരിച്ച് ഇങ്ങോട്ട് തിരുത്തി മാബൈന കബിരി എന്നാണ്ട് പറഞ്ഞ് മാറ്റി ഒക്കെ കൂടി പറഞ്ഞപ്പോൾ റൗദ ഏതാണ്ട് അറിയാഞ്ഞിട്ട് മൗലിദിൻ്റെ ഘോഷയാത്രയിൽ വെക്കാൻ നബിനെ ഏതായാലും കിട്ടിയില്ല. വരൂലെന്നൊന്നും ഉറപ്പിക്കേണ്ട കേട്ടോ. ഇങ്ങനെ പോവുകയാണെങ്കിൽ നബിയും വരും ജാഥയിൽ. ഒന്ന് നിങ്ങൾ ഇത് ബോധവൽക്കരണം നടത്തുക. ഇപ്പം വീട്ടിൽ നിന്നൊക്കെ മൗലൂദ് പോയില്ലേ, ഇപ്പം റോട്ടിലായി, നടുറോട്ടിലാണ് മൗലൂദ്. അത് എന്തിനാ അനുകരിച്ചതാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഏതായിരുന്നാലും എൻ്റെ പേരും എൻ്റെ എന്നൊക്കെ കുറേ എടുത്തു പറഞ്ഞിരുന്നല്ലോ, അത് ഹൈറാണ്. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ആൾക്കാർക്കൊന്ന് മനസ്സിലായിക്കോട്ടെ. പിന്നെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും പറയാൻ കിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുത്താൻ തയ്യാറുമാണ്. അതിലൊന്നും ദുരഭിമാനങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സഹോദരന്മാരെ, നമ്മുടെ ഈ ആളുകൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രഭാഷണ പരിപാടിയിൽ വളരെ ഗഹനമായി പഠിക്കാൻ ഉൾക്കൊള്ളാൻ പറ്റാവുന്ന പ്രഭാഷകരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അവരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കുക, പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. റബ്ബിനോട് ഹിദായത്ത് നൽകാൻ, വേറെ പടപ്പുകളോടല്ല. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന റബ്ബിനോടാണ്. ആ സിറാത്തുൽ മുസ്തഖീമിന് വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ തെറ്റുകൾ, കുറ്റങ്ങളെല്ലാം അല്ലാഹു തആല നമുക്ക് പൊറുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സ്വർഗത്തിൻ്റെ അവകാശികളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരാളെങ്കിലും നമ്മൾ മുഖേന ഹിദായത്തിലേക്ക് വരാൻ നിമിത്തമാക്കി അല്ലാഹു തആല തീർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.